നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച അടിമാലി സ്വദേശിനി ഇന്ദിരാമയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കാതെ ഇന്ദിരാമയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിൽ പരിക്കേറ്റ ഡീൻ കുര്യാക്കോസ് എംപിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്റെ പെങ്ങളെ കൊണ്ടുപോവാണ്. അയ്യോ എന്റെ പെങ്ങളെ കൊണ്ടുപോവാണ്. എന്നെ ശബ്ദിച്ചു പോകുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇത്തരത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണം, കാട്ടാന ആക്രമണത്തിൽ പ്രധാനമായും ആളുകളുടെ ജീവൻ പൊലിയുന്നു. അതിൽ വളരെ വികാര പ്രക്ഷോഭം തന്നെയാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നത്. സാധാരണക്കാരായ ആളുകളുടെ വികാരം അണപൊട്ടി ഒഴുകുന്നതാണ് നമ്മൾ കോതമംഗലത്ത് കണ്ടത്. കോൺഗ്രസിന്റെ വലിയൊരു പിന്തുണ കൂടി അവരുടെ ഒരു പ്രക്ഷോഭത്തിനുണ്ടായിരുന്നു. എങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം? പുതിയ വിശദാംശങ്ങൾ, വിവരങ്ങൾ അതെങ്ങനെ വരുന്നു? നിലവിൽ ഇന്ദിരാമയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രി, കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ബന്ധുക്കളും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും ആശുപത്രിയിലുണ്ട്. മൃതദേഹം വിട്ടു നൽകിയാൽ ഉടൻ തന്നെ അത് വസതിയിലേക്ക് കൊണ്ടുപോകും, വീട്ടിലേക്ക് കൊണ്ടുപോകും. നേര്യമംഗലത്തെ വീട്ടിലേക്കായിരിക്കും. അതിന് വീട്ടിൽ തന്നെ ഒരു പൊതുദർശനവും ഉണ്ട്. അതിനുശേഷം നാളെ മാത്രമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ഈ പ്രദേശത്ത്, അതായത് ഈ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വലിയ നാടകീയമായ രംഗങ്ങളായിരുന്നു കോതമംഗലം ടൗണിൽ അരങ്ങേറിയത്. ഏകദേശം 2 മണിക്കൂറോളമാണ് ആ മൃതദേഹം നഗരമധ്യത്തിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ ബന്ധുക്കളും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഇത് വളരെ അതായത് കുറച്ച് നാളുകളായി, മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ഇവർ ഈ കാട്ടാന ഭീതിയിൽ ജീവിച്ചു പോകുന്നവരാണ്. അവരുടെ ഉപജീവന മാർഗമായ കൃഷികൾ പോലും നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാട്ടാനകൾ മാറുന്നു. രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അതോടൊപ്പം തന്നെ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം, ഇന്നലെ പോലും ഈ കാട്ടാന അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അതായത് ഈ വീട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെന്ന് കൃത്യമായി തന്നെ വനപാലകരെ അറിയിച്ചിരുന്നു. പക്ഷേ അവർ ഒരു നടപടി എടുക്കുവാനോ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുവാനോ ഒന്നും തയ്യാറായില്ല. ഇത് തന്നെയാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇത്രയും നാളായിട്ടും ഇവര് പല തരത്തിലുള്ള പരാതികൾ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം വരെ ഇവിടെ നടന്നതാണ്. അതായത് ഈ ഓട്ടോ ഡ്രൈവർ സുരേഷ് മരിച്ചതിന് ശേഷം ഒരു സമരം വരെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഈ വൈദ്യുതി വേലികൾ സ്ഥാപിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു സംവിധാനം, വാച്ചർമാരെ, കൂടുതൽ വനപാലകരെ ഈ പ്രദേശത്ത് നിയോഗിക്കാമെന്നൊരു ഉറപ്പ് അന്ന് സർക്കാർ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും ഇതുവരെയും പാലിച്ചിട്ടില്ല. വീണ്ടും ഒരു മരണത്തിലേക്ക് തങ്ങളുടെ കൂടപ്പിറപ്പുകളെ അല്ലെങ്കിൽ തങ്ങളെയൊക്കെ വിട്ടുകൊടുക്കുന്ന ഈ ഒരു ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ വലിയ പിന്തുണയുമുണ്ട്. ആശുപത്രിയിൽ CPM-ന്റെ ജില്ലാ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ അടക്കം എത്തിയിരുന്നു. ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാമെന്ന് ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയെങ്കിൽ പോലും അത് വിശ്വാസത്തിലെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. കാരണം പറയുന്നത്, ഇത്രയും സമയമായി രാവിലെ 8:30 നടന്ന സംഭവമാണ്. ഇത്രയും നേരമായിട്ടും സർക്കാരിന്റെ ഒരു പ്രതിനിധിയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ ആരും തന്നെ തങ്ങളെ വിളിക്കുകയോ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് തങ്ങളോട് കാണിക്കുന്ന അവഗണനയാണ്. ഇനി ഈ അവഗണനയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനൊരു പരിഹാരം കാണണം, ശാശ്വതമായ പരിഹാരം കാണുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രഖ്യാപനം. അത് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടതും. UDF-ന്റെ വലിയൊരു പിന്തുണയും ഇവർക്കുണ്ട്. ഡീൻ കുര്യാക്കോസ് MP, അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് ഷിയാസ് അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ
സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അവർക്ക് നേരെയും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമല്ല, പോലീസുകാരുടെ തന്നെ ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. സമരപ്പന്തൽ പോലീസ് ബലപ്രയോഗിച്ച് അഴിച്ചു നിൽക്കുന്നു. മൃതദേഹം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് ബലം പ്രയോഗിച്ചാണ് ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിവിടുന്നത്. അതോടൊപ്പം തന്നെ മകനും ഈ ഇന്ദിരാമ്മയുടെ മകനും സഹോദരനും ഭർത്താവിനും തന്നെ ഗുരുതരമായി പരിക്കുകൾ ഏൽക്കുന്ന സാഹചര്യത്തിലേക്ക്, അതായത് പോലീസ് വളരെ ബലം പ്രയോഗിച്ചാണ് ഈ മൃതദേഹം അവരിൽ നിന്നും കൊണ്ടുപോയത്. അതിന്റെ തന്നെ വലിയൊരു പ്രതിഷേധവും അവർക്ക് നേരെ പോലീസിന് നേരെയുണ്ട്. അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് എംപിക്ക് നേരെ കയ്യേറ്റ ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എംപിയെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്ന MLAക്കും DCC പ്രസിഡന്റും അടക്കം ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സംഘർഷമായിരുന്നു ഇന്ന് അല്പസമയത്തിന് മുൻപ് കോതമംഗലം ടൗണിൽ അരങ്ങേറിയത്. എന്തായാലും ഇന്ന് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ആയിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ. വീട്ടിലും സമീപ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ബന്ധുക്കൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആര്യ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അതിവേഗം മറ്റു വാർത്തകൾ നോക്കാം. കാട്ടാനാക്രമണമുണ്ടായ പ്രദേശത്ത് പ്രത്യേകം ടീമിനെ നിയോഗിച്ച് പെട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്ന് വനമന്ത്രി. മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും വനമന്ത്രി. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് ജോസ് കെ മാണി. ജില്ലാ കളക്ടർമാർക്ക് ഇതിനുള്ള അധികാരം നൽകണം. ഇതിനായി വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. പാലക്കാട് നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ആന. പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആനയാണ് പാലക്കാട് വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ആന ചവിട്ടി ഒരാൾക്ക് പരിക്കേറ്റു. 2 പശുക്കളെയും ഒരാടിനെയും ചവിട്ടിക്കൊണ്ടു. ഇന്തിഹാദ് എന്ന പേര് നൽകുന്നതിന് വിലക്ക്. കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് വൈസ് ചാൻസലർ. എന്നാൽ പേര് മാറ്റാനാകില്ല എന്ന നിലപാടിലാണ് സർവകലാശാല യൂണിയൻ. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെന്നും വിധി വരുന്നതുവരെ പേര് മാറ്റില്ലെന്നുമാണ് വിദ്യാർത്ഥി യൂണിയന്റെ നിലപാട്. കൊയിലാണ്ടി SNDP കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ മർദ്ദനത്തിൽ നടപടി. കോളേജ് യൂണിയൻ ചെയർമാൻ അഭയ് കൃഷ്ണ അടക്കം ഉൾപ്പെടെ 5 പേരെ സസ്പെൻഡ് ചെയ്തു. ഇതിനു പുറമെ പരാതികൾ അന്വേഷിക്കാൻ 5-അംഗ പ്രത്യേക സമിതിയെയും നിയോഗിച്ചു. കൊയിലാണ്ടി SNDP കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. പരാതിക്കാരനായ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം നൽകിയത് ചോദ്യം ചെയ്യുകയാണുണ്ടായതെന്ന് SFI. കോഴിക്കോട് കൊയിലാണ്ടി SNDP കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി KSU. ഓഫീസിലേക്ക് തള്ളിക്കയറിയ KSU പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. പരാതിക്കാരനായ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം നൽകിയത് ചോദ്യം ചെയ്യുകയാണുണ്ടായതെന്ന് SFI പറഞ്ഞു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ പോലീസ്. ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം നടന്നതായും പോലീസ്. കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുത്തു. റഹാൻ, ബിനോയ്, ആകാശ് എന്നീ പ്രതികളുമായാണ് തെളിവെടുത്തത്. ക്യാമ്പസിനുള്ളിലെ കുന്നിൻ മുകളിലാണ് തെളിവെടുത്തത്. 16-ന് രാത്രി 9 മണിക്ക് ശേഷം സിദ്ധാർത്ഥനെ ആദ്യം എത്തിച്ച് മർദ്ദിച്ചത് ഈ കുന്നിൻ മുകളിലായിരുന്നു. സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത് KSU. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് KSU വെറ്റിനറി സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. നാളെ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾ തടസ്സപ്പെടുത്തില്ലെന്നും KSU അറിയിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പസിലേക്ക് MSF മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ചു. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കും. SFIയുടെ സദാചാര ഗുണ്ടായിസമാണ് നടന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആൾക്കൂട്ട വിചാരണ CPMന് പുതിയ കാര്യമല്ലെന്നും രാഹുൽ. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം തുടങ്ങി യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് നടന്നതെന്ന് സതീശൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നിട്ടും പോലീസ് എന്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയില്ലെന്നും സതീശൻ. പ്രതികളെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ചെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിച്ച് CPM വയനാട് ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ. കുറ്റവാളികളായ ആളുകളുണ്ടെങ്കിൽ പിടികൂടി ശിക്ഷിക്കണമെന്ന് ഗഗാറിൻ. അന്വേഷണത്തിൽ പാർട്ടിയോ താനോ ഇടപെട്ടിട്ടില്ലെന്നും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്നും CK ശശി.
സിദ്ധാർത്ഥന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പരാതി ഉന്നയിച്ച പെൺകുട്ടി സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥയുടെ മകളാണ്. അതുകൊണ്ടാണ് കേസിൽ ആഭ്യന്തര വകുപ്പ് ഇടപെടുന്നത്. ദുർബലമായ വകുപ്പുകൾ ഉപയോഗിച്ചാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കുടുംബത്തോട് ഒരു നല്ല വാക്ക് പോലും മുഖ്യമന്ത്രി പറഞ്ഞില്ലെന്നും നീചമായ മനസ്സാണ് മുഖ്യമന്ത്രിക്കെന്നും സുരേന്ദ്രൻ. SFIയിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളും റാഗിങ്ങിന് എതിരാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇപ്പോഴത്തെ സംഭവത്തെ SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടാണ്. ധീരജിനെ കൊലപ്പെടുത്തിയവരെ തോളിലേറ്റി നടന്ന വിദ്യാർത്ഥി സംഘടന ഇവിടെ ഇല്ലേ എന്നും റിയാസ്. നിയന്ത്രണങ്ങളോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം തുടങ്ങി. ഒറ്റയടിക്ക് 50,000 രൂപ വരെ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ. സാലറി എന്ന നിബന്ധനയോടെയാണ് ശമ്പള വിതരണം. 2-3 ദിവസത്തിനുള്ളിൽ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വോട്ടിന് പണം വാങ്ങുന്ന ജനപ്രതിനിധികൾക്ക് പാർലമെന്ററി പരിരക്ഷയില്ലെന്ന് സുപ്രീം കോടതി. രാഷ്ട്രപതി രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാം. ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കിയ 5-അംഗ ബെഞ്ചിന്റെ വിധി 7-അംഗ ബെഞ്ച് റദ്ദാക്കി. സനാതന ധർമ്മ വിവാദത്തിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനെ വിമർശിച്ച് സുപ്രീം കോടതി. ഉദയനിധി സാധാരണക്കാരനല്ലെന്നും മന്ത്രിയാണെന്ന് ഓർക്കണമെന്നും കോടതി. പ്രസ്താവന നടത്തുമ്പോൾ അനന്തരഫലങ്ങൾ അറിയണമെന്നും വിമർശനം. തനിക്കെതിരായ FIR റദ്ദാക്കണമെന്ന ഉദയനിധിയുടെ ഹർജിയിൽ മാർച്ച് 15-ന് സുപ്രീം കോടതി വാദം കേൾക്കും. പട്ടാമ്പി നേർച്ചയ്ക്കിടെ കൂട്ടയടി. ഉപ ആഘോഷ കമ്മിറ്റികൾ തമ്മിലാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. രാത്രി നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവം. ആനപ്പുറത്തിരിക്കുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ആന വിരണ്ടോടിയെങ്കിലും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. കൈക്കൂലി വാങ്ങിയതിന് സർക്കാർ ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടി. കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷ് NL ആണ് പിടിയിലായത്. കോട്ടയത്തെ ഒരു സ്കൂളിലെ പരിശോധനയ്ക്ക് വേണ്ടി 10,000 രൂപ കൈക്കൂലി ചോദിച്ചിരുന്നു. ഇതിൽ 7,000 രൂപ കൈമാറിയപ്പോഴാണ് വിജിലൻസ് പിടികൂടിയത്. PC ജോർജിനെ കെ സുരേന്ദ്രന്റെ താക്കീത്. രാഷ്ട്രീയ പ്രവർത്തകർ ഭാഷയിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. വിയോജിപ്പുകൾ പരസ്യമാക്കിയവർക്കെതിരെ നടപടിയുണ്ടായിട്ടുണ്ട്. അനിൽ ആന്റണിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അനിൽ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും സുരേന്ദ്രൻ. PC ജോർജിനെ അനുനയിപ്പിക്കാൻ അനിൽ ആന്റണിയുടെ നീക്കം. ജോർജുമായി കൂടിക്കാഴ്ച നടത്തും. BJP നേതൃത്വത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം. BJPയുടെ ഇനിയുള്ള സ്ഥാനാർത്ഥികളെ ഒരാഴ്ചയ്ക്കകം അറിയാമെന്ന് കെ സുരേന്ദ്രൻ. NDA മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് സീറ്റില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. BDJSന്റെ സീറ്റ് സംബന്ധിച്ച് കേന്ദ്രത്തെ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസിൽ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. KPCC അധ്യക്ഷൻ K സുധാകരൻ ഡൽഹിയിൽ. നാളെ കോൺഗ്രസ് അധ്യക്ഷനുമായി ചർച്ച. ബുധനാഴ്ചയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് സൂചന. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കും. ഇതിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഇടവക പ്രതിനിധി യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് നടപടി. ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും. കിരീട വിവാദത്തിൽ സുരേഷ് ഗോപി എങ്ങനെയാണോ കിരീടം സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ നേർച്ചയായിരുന്നു. തൃശൂരിൽ വിജയിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. News 18നോടാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ തൃശൂരിലേക്ക് യാത്ര തിരിച്ചു. കേന്ദ്രത്തിനെതിരായ വികാരം മാത്രമല്ല, പൂക്കോട് റാഗിംഗ് മരണം അടക്കമുള്ള സമകാലിക സംഭവ വികാസങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ജന്മനാട്ടിലെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. മലപ്പുറത്ത് ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടാൻ കഴിയുമെന്നും ET. പരമാവധി കോൺഗ്രസ് വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി C രഘുനാഥ്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും BJPയിൽ എത്തുമെന്നും C രഘുനാഥ് News 18നോട് പറഞ്ഞു. കണ്ണൂരിൽ C രഘുനാഥിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. ഇടവേള. സർക്കാരിന്റെ മുൻ അഭിഭാഷകൻ PG മനു പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഹൈക്കോടതി 2 ആഴ്ചയ്ക്കകം കേസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചോറ്റാനിക്കര പോലീസിനാണ് നിർദ്ദേശം നൽകിയത്. PG മനുവിന്റെ ജാമ്യാപേക്ഷ മാർച്ച് 18-ന് വീണ്ടും പരിഗണിക്കും. SSLC പരീക്ഷയ്ക്ക് തുടക്കം. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2971 പരീക്ഷാ കേന്ദ്രങ്ങൾ. പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ.
അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശു മരണം. ഷോളയൂരിലെ ആകാശ് പൂർണിമ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ഞായറാഴ്ച രാവിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു പ്രസവം. കാസർഗോഡ് കുറ്റിക്കോൽ വളവിൽ നൂഞ്ഞങ്ങാനത്ത് ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ചു കൊന്നു. അശോകനാണ് മരിച്ചത്. ജ്യേഷ്ഠൻ ബാലകൃഷ്ണനെ ബേഡകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ നാടൻ തോക്കുപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. കണ്ണൂർ നടുവിലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ച് നശിച്ചു. അപകടം പുലർച്ചെ 3 മണിയോടെ. ആലക്കോടേക്ക് പോവുകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഡ്രൈവറും സഹായിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇരുവരും ഓടി രക്ഷപ്പെട്ടു. രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ അന്വേഷണം ഏറ്റെടുത്ത NIA. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ബംഗളൂരു പോലീസും സെൻട്രൽ ക്രൈംബ്രാഞ്ചും. അതിനിടെ അക്രമി കഫേയ്ക്ക് സമീപം ബസ്സിൽ വന്നിറങ്ങുന്ന CCTV ദൃശ്യം ലഭിച്ചു. അക്രമി മുഖം തൂവാല ഉപയോഗിച്ചു മറച്ച നിലയിലാണ്. മധ്യപ്രദേശിലെ 29 മണ്ഡലങ്ങളിൽ 24 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും സീറ്റുകൾ. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ഒഴിവാക്കി. മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ മാസം 12-ന് ശേഷം EDക്ക് മുന്നിൽ ഹാജരാകും. വീഡിയോ കോൺഫറൻസ് വഴിയാകും ഹാജരാവുക. ED നൽകിയ 8ാമത്തെ നോട്ടീസിനാണ് മറുപടി. സമൻസ് നിയമവിരുദ്ധമാണെന്നും എന്നാൽ മറുപടി നൽകാൻ തയ്യാറെന്നും കെജ്രിവാൾ. കർഷക സമരം കടുപ്പിക്കുന്നു. ബുധനാഴ്ച ഡൽഹിയിൽ ലക്ഷക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച. 10-ന് രാജ്യവ്യാപകമായി തീവണ്ടികൾ തടയുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും സമരം തുടരുമെന്നും നേതാക്കൾ. കൊല്ലം കരുനാഗപ്പള്ളി തഴവ ഐഡിയൽ LP സ്കൂളിന്റെ 70ാമത് വാർഷികവും മെഗാ ഫെസ്റ്റും മാർച്ച് 7-ന് നടക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ശശിപ്രഭ PS-നുള്ള യാത്രയയപ്പും മറ്റ് കലാപരിപാടികളും ചടങ്ങിനൊപ്പം നടക്കും. വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിക്കും. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും പാലാ അൽഫോൺസ കോളേജും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. വിദ്യാർത്ഥികൾക്കും മറ്റ് കമ്മ്യൂണിറ്റികൾക്കും പ്രയോജനപ്പെടുന്ന വ്യത്യസ്ത സാമൂഹിക പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള സഹകരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് ലക്ഷ്യം. MB ജോസ് കെ മാണിയുടെ സാന്നിധ്യത്തിൽ കോട്ടയം IIT രജിസ്ട്രാർ ഡോക്ടർ M രാധാകൃഷ്ണനും പാലാ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ഷാജി ജോണുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ആലപ്പുഴ കായംകുളത്ത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടിക്കിടയിൽ പോലീസ് ലാത്തിചാർജ്. കായംകുളം ചിറക്കടവ് നടയിൽക്കാവ് ക്ഷേത്രത്തിലാണ് സംഭവം. അനുവദനീയമായ സമയം കഴിഞ്ഞ് പരിപാടി തുടർന്നതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ലാത്തിചാർജിൽ പോലീസുകാർ ഉൾപ്പെടെ 14 പേർക്ക് പരിക്കേറ്റു. ഉണ്ണി മുകുന്ദനും നിഖില വിമലും ഒന്നിക്കുന്ന ഗെറ്റ് സെറ്റ് ബേബിയുടെ ചിത്രീകരണം തൊടുപുഴയിൽ പൂർത്തിയായി. സ്കന്ദ സിനിമാസും കിങ്സ്മൻ പ്രൊഡക്ഷൻസും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രം വിനയ് ഗോവിന്ദാണ് സംവിധാനം ചെയ്യുന്നത്. സജീവ് സോമൻ, സുനിൽ ജെയിൻ, സാം ജോർജ് എന്നിവർ നിർമ്മാണ പങ്കാളികളാകുന്ന ആദ്യ സംരംഭമാണ് ഈ ചിത്രം. കൊച്ചിയിലും തൊടുപുഴയിലുമാണ് കഴിഞ്ഞ 45 ദിവസങ്ങളിലായി ചിത്രീകരണം നടന്നത്. എല്ലാ കൗണ്ടറുകളും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ദിലീപ് നായകനായെത്തുന്ന ചിത്രം തങ്കമണിയുടെ പ്രൊമോഷൻ തിരുവനന്തപുരം ലുലു മാളിൽ നടന്നു. രതീഷ് രഘുനന്ദനൻ സംവിധാനം ചെയ്യുന്ന ചിത്രം സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൌധരി, ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദിര എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ചിത്രം മാർച്ച് 7-ന് തിയേറ്ററുകളിലെത്തും. സുരാജ് വെഞ്ഞാറമൂട് തമിഴിലേക്ക്. വിക്രം നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കും. SJ സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്നു. SU അരുൺകുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിന് തുടർച്ചയായ 3ാം ജയം. ഗുജറാത്ത് ജയന്റ്സിനെ 25 റൺസിന് വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നേടിയത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ്. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് നേടിയത് 138 റൺസ്.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 1-3 ഗോളുകൾക്ക് തകർത്തു. യുണൈറ്റഡിന്റെ പരാജയം 1 ഗോളിന് മുന്നിട്ട ശേഷം സിറ്റിക്കായി ഫിൽ ഫോർഡിന് ഇരട്ട ഗോൾ. സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5860 രൂപ, പവന് 46,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4875 രൂപ, പവന് 39,000 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.